സ്ക്രോൾ ചെയ്ത് പോലെ നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇന്നൊരു ഈദ് ക്രാഫ്റ്റാണേ. അതിന് വേണ്ടിയിട്ട് വേണ്ടത് ആകെ ഒരു പേപ്പറും ഗമ്മും മാത്രം. പിന്നെ കളർ പേപ്പർ വേണം നിർബന്ധമൊന്നുമില്ല, വൈറ്റ് പേപ്പർ ആണെങ്കിലും മതി. അപ്പോൾ പേപ്പർ എടുക്കുക, നടുവിലൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക, വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്യുക, വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഷേപ്പ് ഇവിടെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഷേപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മനസ്സിലാകാൻ സാധ്യത കുറവാണ്, എന്നാലും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് സംഭവം കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് സൈഡിൽ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കണം, ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 പീസാണ്. നമുക്ക് ടോട്ടലായിട്ട് വേണ്ടത് 20 പീസസ് ആണ്. അപ്പോൾ ഒരു A4 ഷീറ്റിൽ നിന്ന് 4 പീസ് കിട്ടുമെങ്കിൽ 20 പീസ് കിട്ടണമെങ്കിൽ എത്ര A4 ഷീറ്റ് വേണമെന്നൊന്ന് മാത്സ് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്തേ. കഷ്ടപ്പെട്ട് സ്കൂളിലിരുന്ന് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ യൂട്യൂബിൽ മാത്സ് തന്നെയാണോ എന്ന് വിചാരിക്കേണ്ട, ഞാൻ തന്നെ ഉത്തരം പറയാം. നമുക്ക് വേണ്ടത് 5 A4 ഷീറ്റ്സ് ആണേ. അങ്ങനെ 20 പീസസ് കിട്ടിക്കഴിയുമ്പോൾ ഈ പീസസൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ ചെയ്യണേ, അതായത് ആ ഒരു ഭാഗത്ത് മാത്രമേ ഫെവിക്കോൾ വരാവൂ. അങ്ങനെ 20 പീസസ് നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതൊന്ന് ഡ്രൈ ആയിട്ട് സെറ്റായിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഈ ഒരു ബണ്ടിൽ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 അറ്റം കൂടി ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഈ ഒരു സ്റ്റെപ്പും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സംഭവം ഏകദേശം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്താ ഇവിടെ ക്രിയേറ്റ് ചെയ്തതെന്ന്? ഒരു പള്ളിമിനാരം ആണേ. അപ്പോൾ പണി തീർന്നില്ല. ഇത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി നമുക്കൊരു മൂൺ വേണം. അതിനുവേണ്ടി ഒരു ഫോം ഷീറ്റിൽ ക്യൂട്ടായിട്ടുള്ള ഒരു മൂൺ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മൂൺ കട്ട് ചെയ്യുമ്പോൾ താഴെ ഇതുപോലെ കുറച്ച് സ്പേസ് വിടാനായിട്ട് ശ്രദ്ധിക്കണം. താഴേക്ക് നീണ്ടു നിൽക്കുന്ന ആ ഭാഗത്ത് ഫെവിക്കോൾ ആഡ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ നടുവിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഈ സെയിം സ്റ്റെപ്പ് ഉപയോഗിച്ച് ഞാനൊരു മിനിയേച്ചർ വേർഷനും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഈ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പെടുത്തിരിക്കുന്ന എൻ്റെ കൊച്ചു കൂട്ടുകാർ ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. നിങ്ങളുടെ ഡെസ്കൊക്കെ പെരുന്നാളിൻ്റെ കളർ ആവട്ടെ. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല. പിന്നെ സബ്സ്ക്രൈബ്.